ഹേയ്, അസ്സാം വലൈക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് 30 ദിവസം കൊണ്ട് മുഖത്തൊരു ദിവ്യമായ പ്രകാശം വരണമെന്നുണ്ടോ? സാധാരണ ബ്യൂട്ടി ടിപ്സ് ഒക്കെ മറന്നേക്ക്. ഇവിടെ ഞാൻ സംസാരിക്കുന്നത് ഫേസ് വാഷിനെ കുറിച്ചല്ല, നമ്മുടെ ഹൃദയത്തെ വാഷ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ സൗന്ദര്യം നൽകുന്ന 7 സുന്നത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച്. ഈ 7 ശീലങ്ങൾ അടുത്ത 30 ദിവസങ്ങൾ ഫോളോ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ലുക്ക് മാത്രമല്ല, നിങ്ങളുടെ എനർജിയും ആത്മവിശ്വാസവും ആളുകളോടുള്ള ഇടപെടലും ഒക്കെ ടോട്ടലി മാറും. ഇതാരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്ലോപ്പല്ല, നമ്മുടെ റബ്ബിനെ സന്തോഷിപ്പിക്കാനുള്ളതാണ്. ആ മാറ്റം ഇന്ന് തന്നെ തുടങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നമുക്ക് തുടങ്ങാം. ഈ 30 ദിവസത്തെ ചലഞ്ചിലെ നമ്മളെ ആദ്യത്തെ ശീലം ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ നമ്മൾ പലരും മറന്നു പോകുന്നതാണ്. ശീലം 1, ഹൃദയത്തെ ശുദ്ധീകരിക്കുക. നമ്മുടെ ഉള്ളിൽ വെളിച്ചം നിറക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മളെ അഴുക്ക് നീക്കം ചെയ്യണം. അതായത് നോർമൽ ഗ്ലോപ്പ് മുഖക്കുരുവിനെ മാറ്റാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇസ്ലാമിക് ഗ്ലോപ്പ് ഹൃദയത്തിലെ മുഖക്കുരുവിനെ മാറ്റാനാണ് ശ്രമിക്കുന്നത്. അതായത് അസൂയ, വിദ്വേഷം, മറ്റൊരാളോടുള്ള പക അല്ലെങ്കിൽ അഹങ്കാരം, ഇത് കാണാൻ കഴിയാത്ത ഒരു സാധനമാണെങ്കിലും നിങ്ങൾ ഒരാളെ നോക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ ഈ അഴുക്ക് പുറത്തേക്ക് വരും. ഇനി ചലഞ്ച് എന്താണെന്ന് പറയാം. ഇന്ന് മുതൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവെ, അയാൾക്ക് ഹൈർ, നന്മ മാത്രം നൽകണേ എന്ന് പറയുക. പിന്നെ അയാളോട് ക്ഷമിക്കാൻ പഠിക്കുക. ക്ഷമിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് നല്ലോണം റിലാക്സ് ആകും. അപ്പം നിങ്ങളുടെ മുഖത്ത് സമാധാനം വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. ഇനി ശീലം 2, ഫജ്ർ നമസ്കാരത്തിനായിട്ട് ഉണരുക. അതായത് രാവിലത്തെ നിസ്കാരത്തിനായിട്ട് ഉണരുക. വിശ്വാസികൾക്ക് അള്ളാഹു നൽകിയ ഒരു പവർ ബൂസ്റ്റാണ് ഫജ്ർ എന്ന് പറയുന്നത്. ഈ സമയത്തെ ഉറക്കം ഉപേക്ഷിച്ച് എഴുന്നേൽക്കുന്ന ഒരാളെ ആ ഒരു ദിവസം മുഴുവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും. ഈ രണ്ടാമത്തെ ശീലം ഗ്ലോബ് കണക്ഷനായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ ഫജറിന് നമ്മൾ ഉണരൂലേ, അപ്പോൾ നമ്മൾ വുളു എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ തണുത്ത വെള്ളമായിരിക്കും നമ്മളെ മുഖത്ത് പോകുക. അപ്പോൾ നമ്മൾ ക്ഷീണം മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ദിവസത്തെ ആദ്യത്തെ ഊർജം നമ്മൾ നേടും. ഫജ്ർ നിസ്കാരത്തിന് ശേഷം വീണ്ടും കിടന്ന് ഉറങ്ങാതിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും കിടന്ന് ഉറങ്ങാതിരിക്കുക. ആ സമയം നമ്മൾ ഖുറാനോ ഓതോ അല്ലെങ്കിൽ ദിക്ർ ചൊല്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാനോ ഉപയോഗിക്കുക. ഇത് നിങ്ങളുടെ ദിവസം മുഴുവൻ ഉന്മേഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി ശീലം 3, നന്ദിയോടെ വെള്ളം കുടിക്കുക. നിങ്ങളുടെ ചർമ്മം നന്നാക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണെന്ന് വെച്ചാൽ വെള്ളം. പക്ഷെങ്കിൽ വെറുതെ വെള്ളം അങ്ങനെ കുടിക്കാൻ വേണ്ടി പാടില്ല. പടച്ചവനോട് നന്ദിയോടെ കുടിക്കുക. അപ്പോൾ ഇതിലുള്ള ചലഞ്ച് എന്ന് പറയുന്നത് ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴും ബിസ്മില്ലാ എന്ന് പറയുക. കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയുക. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തെ ഓർത്ത് നിങ്ങൾ നന്ദി പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാവുകയാണ് ചെയ്യുന്നത്. വെള്ളം ഉള്ളിൽ ചെല്ലുമ്പോൾ ചർമ്മം തിളങ്ങുകയും ചെയ്യും. അപ്പം നന്ദി ഉള്ളിൽ ചെല്ലുമ്പോൾ മനസ്സും തിളങ്ങും. ഇനി ശീലം 4, കൂടുതൽ പുഞ്ചിരിക്കുക. അത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. നമ്മുടെ നബി എപ്പോഴും പുഞ്ചിരിക്കുന്ന ആളായിരുന്നു. നിങ്ങൾ മറ്റൊരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ഒരു ദാനധർമ്മമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനി ഇതുമായിട്ടുള്ള ഗ്ലോബ് കണക്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ പുഞ്ചിരിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തെ മസിലുകൾ റിലാക്സ് ആകുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ചുറ്റുള്ളവർക്ക് നിങ്ങളൊരു പോസിറ്റീവ് എനർജി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ലോകം നിങ്ങളിലേക്ക് തിരിച്ചു നൽകുന്നതും ഈ പോസിറ്റിവിറ്റി തന്നെയായിരിക്കും. 30 ദിവസം ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക്. നിങ്ങളുടെ സാമൂഹിക ബന്ധങ്ങളിൽ വരുന്ന മാറ്റം ഭയങ്കര അത്ഭുതകരമായിരിക്കും. ശീലം 5, വൃത്തിയോടെ ഇരിക്കുക. വൃത്തി ഈമാനിൻ്റെ ഒരു ഭാഗമാണ്. ഇനി അതിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടത് ശരീരം, വസ്ത്രം, താമസിക്കുന്ന സ്ഥലം ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ദിവസവും കുളിക്കുക, പല്ല് തേക്കുക, നല്ല സുഗന്ധം ഉപയോഗിക്കുക. അതായത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അനുവദനീയമായ രീതിയിൽ സുഗന്ധം ഉപയോഗിക്കുക. ബാഹ്യമായ വൃത്തി നിങ്ങളുടെ ആത്മവിശ്വാസത്തെ കൂട്ടും. വൃത്തിയുള്ള വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം തോന്നുന്നൊരു ഫീല് ഉണ്ടാവുമല്ലോ, അതാണ് ഏറ്റവും വലിയ ഗ്ലോപ്പ്.
ശീലം 6 കണ്ണിനെയും നാവിനെയും സൂക്ഷിക്കുക. ഇതാണ് നിങ്ങളുടെ പ്രകാശം ചോർത്തിക്കളയുന്ന ഏറ്റവും വലിയ 2 ദ്വാരങ്ങൾ. കണ്ണുകൊണ്ട് അനാവശ്യ കാഴ്ചകൾ കാണുമ്പോൾ, നാവ് കൊണ്ട് അനാവശ്യമായത് നമ്മൾ സംസാരിക്കുമ്പോൾ, അതായത് പരദൂഷണം, ചീത്ത വാക്കുകൾ, ഇതൊക്കെ നമ്മളുടെ മനസ്സിന് ഇരുട്ട് നിറയും ഇത് ചെയ്യുമ്പോൾ. ഇനി ചലഞ്ച് എന്ന് പറയുന്നത് അടുത്ത 30 ദിവസം ഒരു ചീത്ത കേൾക്കില്ല, ചീത്ത പറയില്ല ചലഞ്ച് എടുക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മളെ കണ്ണ് താഴ്ത്തുക. സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക. ഈ നിയന്ത്രണം നമ്മൾ പാലിക്കുമ്പോൾ നിങ്ങളുടെ സംസാരത്തിൽ കൂടുതൽ വിലയുണ്ടാകും. നിങ്ങളുടെ മുഖത്തും സംസാരത്തിനും ഒരു പ്രത്യേക ഗൗരവം വരും. ശീലം 7 ദിവസവും ദിക്ർ ചൊല്ലുക. അവസാനത്തേതാണെങ്കിലും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ശീലമാണ് അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത്. ഇതിൽ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറയുന്നത് ദിവസം ഒരു ടാർഗറ്റ് വെക്കുക. ഉദാഹരണത്തിന് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അൽ-അസീം എന്നുള്ളത് 100 തവണ ചൊല്ലുക. അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നമ്മൾ 100 തവണ ചൊല്ലുക. നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുക്കുന്നതിന് പകരം നമ്മളെ കൗണ്ടറോ തസ്ബീഹ് ഒക്കെ എടുത്ത് കൈമ വെച്ചിട്ട് നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഇനി ഇതിൽ നിന്ന് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് ദിക്ർ ചൊല്ലുമ്പോൾ നമ്മുടെ ഹൃദയം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. ഈ അടുപ്പ് നമുക്ക് നൽകുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, അത് ഇന്നത്തെ കാലത്തുള്ള ഒരു മേക്കപ്പിനും നമുക്ക് നൽകാൻ കഴിയൂല. ആ സമാധാനമാണ് പടച്ചവൻ നമുക്ക് തരുന്ന, മനസ്സിന് നൽകുന്ന സമാധാനമാണ് ഏറ്റവും വലിയ സൗന്ദര്യം. അങ്ങനെ 7 ശീലങ്ങൾ നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ ഗ്ലോപ്പ് എന്നുള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലതായിട്ട് കാണിക്കാനുള്ളതല്ല. ഇത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ശരീരത്തെയും ആത്മാവിനെയും ബഹുമാനിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ചലഞ്ച് ഇന്ന് തന്നെ തുടങ്ങുക. ഒരു ദിവസം ഒരു ശീലം എന്നുള്ള രീതിയിൽ തുടങ്ങിയാൽ മതി. ഇനി നിങ്ങൾ ഈ ചലഞ്ച് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ തുടങ്ങി ഇൻഷാ അല്ലാഹ് എന്നുള്ളത് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടിയിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അസ്സലാമു അലൈക്കും.